ഹായ് ഫ്രണ്ട്സ്, കോഴിക്കോട് ലുലു മാൾ അങ്ങനെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇതിൻ്റെ നിർമ്മാണ ഘട്ടം മുതൽ ഇടയ്ക്കിടെ അപ്ഡേറ്റുകളുമായി ഒരുപാട് തവണ വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ ഗേറ്റിന് പുറത്തായിരുന്നു. അപ്പോൾ ആദ്യമായി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ഇതിനകം ഒരുപാട് പേരുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ രാത്രി 9 മണിക്ക് ശേഷമുള്ള ഇവിടുത്തെ അവസ്ഥ കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കും മുന്നേ തന്നെ മാൾ മൊത്തത്തിലൊന്ന് കറങ്ങി കണ്ടതാണ് കേട്ടോ. രാത്രി 9 മണിക്ക് ശേഷമുള്ള കാഴ്ചകളാണ് കേട്ടോ. ആദ്യത്തെ ദിവസം കേട്ടോ, സെപ്റ്റംബർ 9 തിങ്കളാഴ്ച ആദ്യത്തെ ദിവസത്തെ രാത്രിയിലെ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഒരു രക്ഷയുമില്ല, ജനസാഗരം ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി വളരെ വൈകിയും മാളിനേക്കാൾ കൂടുതലായും സൗകര്യം നൽകിയിരിക്കുന്നത് പാർക്കിങ്ങിനാണ് കേട്ടോ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് പാർക്കിംഗ് കാണാം. അതുപോലെ ബേസ്മെൻറ്റിലും പാർക്കിംഗ് ഉണ്ട്. അപ്പുറത്തെ വേറെ വിശാലമായ ഗ്രൗണ്ട് ഉണ്ട്, അവിടെയും പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. രാത്രി 11 മണി വരെയാണ് മാളിൻ്റെ സമയം. പക്ഷേ ഇന്നത്തെ ദിവസം ഈ വാഹനങ്ങളൊക്കെ പോയി തീരുമ്പോഴേക്കും തന്നെ സമയം ഒരുപാട് ആവും. കൂടാതെ ആളുകൾ കൂടുതലായും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. മെയിൻ എൻട്രൻസ് വഴിയാണ് കയറുന്നത്. അപ്പം 3-4 എൻട്രൻസ് വേറെ ഉണ്ട് കേട്ടോ. ഇതിനകത്തെ കംപ്ലീറ്റ് കാഴ്ചകൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറിയ പാട് ആദ്യം കാണുന്നത് സ്റ്റാർബക്സ് ആണ് കേട്ടോ. പിന്നെ ഈ സൈഡിലും വേറെ ഷോപ്പുകൾ കാണാം. ഇമാജിനസ്, സ്കെച്ചസ്, അതുപോലെ ലെവിസ് എല്ലാം ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ലുലു മാൾ എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ മാളിൻ്റെ ലോകമാണ് പലരുടെയും മനസ്സിലേക്ക് വരിക. കൊച്ചിയിലെയും തിരുവനന്തപുരത്തൊക്കെ കണ്ട പോലെ. പക്ഷേ ഇവിടെ കോഴിക്കോട് വന്നിരിക്കുന്നത് ഒരു ചെറിയ മാളാണ് കേട്ടോ. 10,000 ആളുകളാണ് ഒരേ സമയം ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ജനങ്ങൾക്ക് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല ഇവിടെ. എന്തായാലും വലിയൊരു മാൾ കോഴിക്കോട് വേറെ പണിയുമെന്ന് ഉദ്ഘാടന വേളയിൽ യൂസഫ് അലി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലുലു ഗ്രൂപ്പ് ഇവിടെ നഗരപരിധിയിൽ ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ എടുത്ത വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലവും അതിൻ്റെ വിശദമായ വിവരങ്ങളൊക്കെയുമായി ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ലുലു ഹൈപ്പർ മാർക്കറ്റാണ്. ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ നല്ല തിരക്കാണ് കേട്ടോ. ഇതിനകത്തേക്ക് കടക്കാൻ തന്നെ ഇത്തിരി പ്രയാസമാണ്. പുറത്തു നിന്ന് വേറൊരു ഗേറ്റ് വഴി ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറാനുള്ള ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലായി വേറെയും ഷോപ്പുകളൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഇന്നത്തെ ദിവസം എന്തായാലും നല്ല തിരക്കാണ്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിനകത്തെ കുറച്ച് കാഴ്ചകൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിനകത്ത് അധികവും വീഡിയോക്കൊന്നും പെർമിഷൻ ഇല്ല. എന്തായാലും നമ്മൾ കുറച്ചൊക്കെ വീഡിയോ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം.
മാള് ചെറുതാണെങ്കിലും ഹൈപ്പർ മാർക്കറ്റിന് വേണ്ട സ്പേസ് പരമാവധി ഉണ്ട് കേട്ടോ. ഇവിടെ വിവിധ സെക്ഷനുകളിലായി വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. നമ്മളെപ്പോലെ കാഴ്ച കാണാൻ വന്നവരല്ല കേട്ടോ, ഇവിടെയൊക്കെ എല്ലാവരും നല്ല പർച്ചേസിങ്ങിലാണ്. നമ്മുടെ സാധാരണ മാർക്കറ്റുകളിൽ കാണാത്ത തരത്തിലുള്ള ഫ്രൂട്ട്സ്, പച്ചക്കറികളൊക്കെ ഇവിടെ കാണാം കേട്ടോ. അതുപോലെ ഇവിടെ മീൻ കണ്ടില്ലേ, അറബിക്കടലിൽ എല്ലാം ഉണ്ട്. ഇത് ചിക്കൻ്റെ സെക്ഷൻ, അതുപോലെ ബീഫിൻ്റെ ഒക്കെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ മീൻ വാങ്ങാനും ഇറച്ചി വാങ്ങാനും ഒക്കെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പുറത്ത് പച്ചക്കറി സെക്ഷനിലും ഫ്രൂട്ട് സെക്ഷനിലും ഒക്കെ നല്ല തിരക്കാണ്. ഹൈപ്പർ മാർക്കറ്റിലെ കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ, കുറച്ചേ കാണിക്കുന്നുള്ളൂ. ബേക്കറിയും റെസ്റ്റോറൻറ്റും ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം കാര്യമായ ഓഫറൊന്നും ഇല്ല കേട്ടോ. ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഇടയ്ക്കിടെ വലിയ വലിയ ഓഫറുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ നല്ല വിലക്കുറവിൽ സാധനം വാങ്ങിക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ വമ്പൻ ഓഫർ ഉണ്ടായിരുന്നു. ഹൈലൈറ്റ് മാളിൽ ലുലു തുറക്കുന്നതിനോടനുബന്ധിച്ച് തന്നെയാണ് അവർ ഓഫർ ഇട്ടത്. ഗൾഫിലൊക്കെ നെസ്റ്റോയും ലുലുവും തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെയും കാണാൻ സാധിക്കും. കേരളത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ നെസ്റ്റോയും ലുലുവും ഒരു നഗരത്തിൽ വരുന്നത്. നെസ്റ്റോയ്ക്ക് 3 ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് കോഴിക്കോട്. ഹൈലൈറ്റ് മാളിൽ, ഗോകുലം മാളിൽ, ബ്ലൂ ഡയമണ്ട് മാളിൽ. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഇറങ്ങി മാളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടക്കുകയാണ്. ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറും അതുപോലെ ലുലു കണക്റ്റുമാണ് ഇവിടെ പ്രധാനമായും ഉള്ളത്. പിന്നെ മറ്റു ബ്രാൻഡഡ് ഔട്ട്ലെറ്റുകൾ ഫസ്റ്റ് ഫ്ലോറിൽ കണ്ടതുപോലെ ഇവിടെയുമുണ്ട്. ഓണത്തിൻ്റെ ദിവസങ്ങളാണ്, അപ്പോൾ ഈ ആഴ്ചകളൊക്കെ ഏകദേശം ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും എല്ലാ ദിവസവും, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ.
ലുലു ഫാഷൻ സ്റ്റോറിലെയും ലുലു കണക്റ്റിലെയും കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇനി 2000-ൽ പരം യുവക്കൾക്കാണ് ഇവിടെ ഈ ഒരു മാൾ വന്നതുകൊണ്ട് ജോലി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. ലുലു ഫാഷനിലെയും ലുലു കണക്റ്റിലെയും കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു. ഇനി അടുത്ത ഫ്ലോറിലേക്ക് കടക്കുകയാണ്. ലാസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ആണ്. ഇവിടെ ഫുഡ് കോർട്ടും ഗെയിം സോണുമാണുള്ളത്. 0, 1, 2 അങ്ങനെ 3 ഫ്ലോറുകളിലായാണ് ലുലു പ്രവർത്തിക്കുന്നത്. RP മാളും ഫോക്കസ് മാളും വരെ 4 നിലകളുണ്ട്. 0, 1, 2, 3 അങ്ങനെ. ലുലു അതിനേക്കാൾ നിലകൾ കുറവാണ്. ഹൈപ്പർ മാർക്കറ്റിൻ്റെയും ഫാഷൻ സ്റ്റോറിൻ്റെയും എല്ലാം നോക്കിയാൽ RPയേക്കാളും ഫോക്കസിനേക്കാളും അല്പം വലിപ്പമുണ്ട് ലുലു. പക്ഷേ ഹൈലൈറ്റ് മാളിനേക്കാളും ഗോകുലം ഗാലറിയേക്കാളും ചെറുതാണ് കോഴിക്കോട് ഇപ്പോൾ വന്നിരിക്കുന്ന ലുലു മാൾ. KFC, പിസ്സ ഹട്ട്, ഫലൂദ നാഷൻ തുടങ്ങിയ ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഫുഡ് കോർട്ടിൽ പക്ഷേ ഇതിനകത്തൊരു നല്ല റെസ്റ്റോറൻറ്റിൻ്റെ കുറവുണ്ട്. ഒരു പക്ഷേ പിന്നീട് വന്നേക്കാം. എന്തായാലും ഫുഡ് കോർട്ടിലൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലുലു മാൾ കോഴിക്കോടിൻ്റെ ആകെ കാഴ്ചകൾ. രാത്രി ഏറെ വൈകിയും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക്. ലുലു എന്ന ബ്രാൻഡിൻ്റെ ഒരു പവറാണത്.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.